ഹായ്, ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് നെൽസൺ തോമസ് സിൻസ് 1988. നെൽസൺ ചേട്ടാ, വെൽക്കം ടു ഇൻഫ്രെയിം മീഡിയ. താങ്ക് യു. നെൽസൺ ചേട്ടൻ ആരാണ്? ഞാൻ ഒരു ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റാൻഡപ്പ് കോമഡിയാണ് ഞാൻ ചെയ്യുന്നത്. പെർഫോമൻസ് മേഖലയിൽ ചെയ്യുന്ന സ്റ്റാൻഡപ്പ് കോമഡിയാണ്. പിന്നെ ഷോർട്ട് ഫിലിമുകൾ, വെബ് സീരീസുകളൊക്കെ ചെയ്യാൻ ആഗ്രഹമുണ്ട്, ഇതുവരൊന്നും കിട്ടിയിട്ടില്ല. അത് സത്യം പറഞ്ഞാൽ സ്റ്റാൻഡപ്പ് കോമഡി, പെർഫോമൻസ് മേഖല സ്റ്റാൻഡപ്പ്, നാടകങ്ങളൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ സോഷ്യൽ മീഡിയയിൽ വീഡിയോസ് ചെയ്തിടാറുണ്ട്. തമിഴിലും ചെയ്യാറുണ്ട്, മലയാളത്തിലും ചെയ്യാറുണ്ട്. തമിഴില് ചെയ്യാറുണ്ട്. നെൽസൺ ചേട്ടൻ്റെ മെയിൻ എന്ന് പറയുന്ന ഒരു സാധനം, അത് കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും തമിഴ്നാട് പസങ്ങൾക്കും കേരള പസങ്ങൾക്കും ഉള്ളൊരു വ്യത്യാസം എന്താണത്? அது எப்படி சொல்றதுன்னா, இப்ப தமிழ்நாடு பசங்களுக்குன்னா அவங்களுக்கு கேரளா பொண்ணுங்களை ரொம்ப பிடிக்கும். ஆனா கேரளா பசங்கள்னா அவங்களுக்கு பொண்ணுங்களே பிடிக்கும். ஆனா நான் இது என்ன சொல்ல வரேன்னா, இது எல்லா கேரளா பசங்களையும் சொல்ல. நான் இப்போ என்னோட வாழ்க்கையை எப்படி பார்த்தா, கொஞ்சம் கேரளா கொஞ்சம் தமிழ்நாடு அப்படிதான் போயிட்டு இருக்கு. 2012 എനിക്ക് തന്നെ ഒരു 14 വർഷം ആச்சு. ചെന്നൈയിൽ വന്ന് ഒരു 14 വർഷമായിട്ട് ഞാൻ മലയാളത്തിൽ പറയാൻ 14 വർഷമായിട്ട് ഞാൻ ചെന്നൈയിലുണ്ട്. അപ്പം ഒരു മാസത്തിലെടുക്കുവാണെങ്കിൽ 10-15 ദിവസം ചെന്നൈ, 10 ദിവസം കേരളം, ഇങ്ങനെ മാറി മാറിയാ. അപ്പൊ ഞാൻ വീഡിയോസ് മലയാളത്തിലും ചെയ്യും, ചെന്നൈയിലും ചെയ്യും. ചെന്നൈ എനിക്ക് കേരളം പോലെ തന്നെ തോന്നാറ്. ഇപ്പൊ എല്ലാവരും പറയാറില്ല, ഇപ്പൊ ഇവിടെയൊക്കെ വന്നിട്ട് പറയും ചെന്നൈ പോയി ഭയങ്കര ചൂടാന്നൊക്കെ പറയാറുണ്ട്. എനിക്കൊരു ചൂട് തോന്നാറില്ല ചെന്നൈയിൽ. എനിക്ക് ഇവിടത്തെ പോലെ തന്നെയാണ് ചെന്നൈയും തോന്നുന്നത്. അങ്ങനെ എനിക്കൊരു ഫീലും ചെന്നൈയിൽ ഭയങ്കര ചൂടാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല ഇതുവരെ. ഒരേ സമയം ചെന്നൈയിലും തമിഴ്നാട്ടിലും കാണാൻ പറ്റുന്ന ഒരാളാണ് നെൽസൺ ചേട്ടൻ. അതുപോലെ ഭക്ഷണമൊക്കെ എല്ലാവർക്കും ഇങ്ങനെ സെറ്റ് ആകത്തില്ല. ഇപ്പൊ അവിടെ ഉള്ളവർക്ക് നമ്മുടെ നാട്ടിലെ ഭക്ഷണം സെറ്റ് ആവില്ല, നമ്മുടെ നാട്ടിലുള്ളവർക്ക് അവിടുത്തെ ഭക്ഷണം ഒന്നും അങ്ങനെ ശരിയാവില്ല. പക്ഷെ എനിക്ക് അങ്ങനത്തെ വിഷയം ഇതുവരെ തോന്നിയിട്ടില്ല. എനിക്ക് തോന്നുന്നു അത് ഭക്ഷണമൊക്കെ എനിക്കങ്ങനെ എല്ലാം കഴിക്കുന്നവരത്, എനിക്കങ്ങനെ ഒരു പ്രിഫറൻസ് ഒന്നുമില്ല ഭക്ഷണത്തിന്റെ കാര്യത്തിൽ. പിന്നെ വീഡിയോസ് ചെയ്യുക, അതാണ്. ഇപ്പൊ അവിടെ ഉള്ളപ്പോൾ അവിടെയുള്ള കൂട്ടുകാരായിട്ട്, ഇവിടെയുള്ള കൂട്ടുകാരായിട്ട് മാത്രമേ ഉള്ളൂ. നെൽസൺ ചേട്ടൻ എന്ന് പറയുന്നത് സ്റ്റാൻഡപ്പ് കോമഡി ആണ്. സ്റ്റാൻഡപ്പ് കോമഡിയിൽ വൈറലായിട്ടുള്ള ഒത്തിരി കണ്ടന്റുകൾ ഉണ്ട്. ചേട്ടന്റെ ആ ഒരു പ്രസന്റേഷൻ ലെവല്, ആ ഒരു പ്രസന്റേഷന്റെ ആ ഒരു മോഡുലേഷനും ആ ഒരു സ്റ്റൈലും തന്നെയാണ് ചേട്ടന്റെ മെയിൻ എന്ന് പറയുന്നത്. അതെങ്ങനെയാണ് കീപ്പ് ചെയ്യുന്നത്? ഇങ്ങനെ തന്നെയാണോ എപ്പോഴും സംസാരിക്കുക? അല്ലല്ല, ഇപ്പൊ സ്റ്റാൻഡപ്പ് കോമഡിയിലേക്ക് നമ്മൾ വരാൻ ആഗ്രഹിച്ച് വന്നവരൊന്നും അല്ല നമ്മള്. ഇതിപ്പോ ഞാൻ ഓർക്കുന്നുണ്ട്, നമ്മൾ സ്റ്റാൻഡപ്പ് കോമഡി ഫസ്റ്റ് രമേഷ് പിഷാരടിയുടെ വൺസ് അപ്പോൺ ടൈം എന്ന പ്രോഗ്രാമിലൂടെ നമ്മൾ വരുന്നത്. അപ്പൊ നമ്മൾ ആദ്യം നമുക്ക് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ട്, പെർഫോം ചെയ്യണം. ഇപ്പൊ നമ്മൾ പഠിച്ചത് കോയമ്പത്തൂരാണ് പഠിച്ചത്. അതായത് ഇവിടെ പഠിച്ചിട്ട് MBA പഠിച്ചത് കോയമ്പത്തൂരാണ്. അപ്പൊ അവിടുത്തെ പഠിത്തം കഴിയുമ്പോൾ തന്നെ നമ്മൾ ഈ വൈവേ എന്ന് പറഞ്ഞൊരു കാര്യം നടക്കും. അപ്പൊ ഈ വൈവേക്ക് ഞാനിങ്ങനെ ഒത്തിരി, അപ്പം കോളേജിൽ ആ സമയത്ത് നാടകങ്ങൾ ചെയ്യുമായിരുന്നു. നാടകങ്ങൾ, സ്കിറ്റുകൾ, കോമഡി സ്കിറ്റുകൾ ഞാൻ ഒത്തിരി കളിക്കുമായിരുന്നു, കോമഡി സ്കിറ്റുകൾ. അപ്പൊ ആ സമയത്ത്, അപ്പൊ ഈ വൈവയുടെ സമയത്ത് ഞാനിങ്ങനെ പഠിച്ച സാധനങ്ങളെല്ലാം പ്രിപ്പയർ ചെയ്ത് വൈവേക്ക് കയറിയപ്പോൾ തന്നെ ശിവദാസൻ എന്ന് പറഞ്ഞൊരു സാറുണ്ട് ഞങ്ങളെ പഠിപ്പിച്ച. അദ്ദേഹം ഇത് കാണത്തുപോലില്ലായിരിക്കും, അദ്ദേഹം മലയാളി. അദ്ദേഹം എന്നോട് ഇങ്ങനെ പറഞ്ഞ, ഇപ്പോൾ നീ പഠിച്ച് ജോലിക്കൊന്നും പോകരുത്, നീ സിനിമയാണ് നിന്റെ മേഖല, അല്ലെങ്കിൽ ആക്ടിങ് ആണ് നിന്റെ മേഖല, നീ അങ്ങനെ പോകണമെന്ന് പുള്ളിക്കാരൻ പറഞ്ഞായിരുന്നു. പക്ഷെ അത് നമുക്കങ്ങനെ പോകാൻ പറ്റില്ല. അപ്പൊ ഞാൻ എന്നോട് വേറൊന്നും, എന്നോട് പറഞ്ഞു, നിന്നോട് ഒരു ചോദ്യം ഞാൻ ചോദിക്കുന്നില്ലെന്ന് പുള്ളി പറഞ്ഞു. പുള്ളി ആ സ്നേഹം കൊണ്ട് പറഞ്ഞായിരിക്കും. കാരണം അന്ന് സ്ഥിരമായിട്ട് നമ്മൾ അവിടെ കോമഡി സ്കിറ്റുകൾ കളിക്കുമായിരുന്നു, നാടകങ്ങൾ കളിക്കുമായിരുന്നു കോളേജിൽ. അപ്പൊ അത് കഴിഞ്ഞ്, പക്ഷെ നമുക്ക് 5 ലക്ഷം രൂപ ലോൺ എടുത്ത് പഠിച്ചിട്ട് നമുക്ക് കോമഡി സ്കിറ്റ് കളിക്കാൻ പോകാൻ പറ്റത്തില്ല. അത് കാരണം നമ്മള് പഠിത്തം കഴിഞ്ഞ് അപ്പൊ തന്നെ ജോലിക്ക് ശ്രമിച്ചു. പിന്നെ കംപ്ലീറ്റ് ജോലിയായി. പിന്നെ ജോലിയായി നമ്മൾ ഓരോ ലോണുകളൊക്കെ തീർത്ത് ജോലിയിൽ വീടെല്ലാം സെറ്റാക്കി എല്ലാം റെഡിയായി വന്ന് കഴിഞ്ഞാണ് നമ്മൾ ഈ കലാമേഖലയിലേക്ക് ഇനിയൊന്ന് നോക്കാം, ഇനി കലയിലേക്കൂടെ നോക്കാന്ന് പറഞ്ഞ് പിന്നെ കലയിലേക്ക് വരികയായിരുന്നു. സ്കിറ്റുകൾ ചെയ്തിരുന്നു. പിന്നെ എന്തുകൊണ്ടാ ചേട്ടാ സ്റ്റാൻഡപ്പിലേക്ക് വന്നത്? സമയലാഭം. സ്കിറ്റ് കളിക്കാൻ എനിക്ക് ഇഷ്ടം, സ്കിറ്റ് കളിക്കാനാണ് എനിക്ക് ഇഷ്ടം. പക്ഷെ എന്നാ സ്കിറ്റ് എന്ന് വെച്ചാൽ നമ്മൾ 13 ദിവസം നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടി വരും. ഇപ്പൊ ചാനലുകളിൽ പോയി കഴിഞ്ഞാൽ സ്കിറ്റ് കളിക്കാൻ നമ്മൾ കുറെ ദിവസം നിൽക്കേണ്ടി വരും. നമ്മളെ മാത്രം നോക്കിയാൽ പോരാ, കൂടെ ഉള്ളവരുടെ സമയം കൂടെ നമ്മൾ നോക്കണം. സ്റ്റാൻഡപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് സമയമുണ്ട്. ഇപ്പൊ ജോലിക്കിടയിലോ സമയം കിട്ടുമ്പോഴൊക്കെ നമ്മൾ എഴുതി വെച്ച സാധനങ്ങൾ നമുക്ക് സമയം കിട്ടുന്ന പോലെ പഠിച്ച് നമുക്ക് ഇവിടെ നലക്കിയാൽ മതി. നമുക്ക് അത് ഭയങ്കര ഒരു സമയത്തിന്റെ ഒരു ലാഭമുണ്ട് സ്റ്റാൻഡപ്പ്. അങ്ങനെയാണ് സ്റ്റാൻഡപ്പിലേക്ക് വന്നതല്ല, സ്റ്റാൻഡപ്പിനോട് പ്രത്യേകിച്ച് പ്രേമുള്ളതുകൊണ്ട് വന്നൊന്നുമില്ല. സ്കിറ്റാണ് ഇഷ്ടം. നമുക്ക് പെർഫോം ചെയ്യുകയാണ്. അപ്പൊ നമ്മളിപ്പോ സ്റ്റേജിലൊക്കെ നമ്മളിങ്ങനെ പെർഫോം ചെയ്യുമ്പോൾ ഒരാൾക്കൂട്ടം കാണുമല്ലോ, അപ്പൊ അവിടുന്ന് ഒരു റിയാക്ഷൻ കിട്ടുമല്ലോ, അതിന്റെ ഒരു കിക്കുണ്ട്. ആ കിക്ക് ഭയങ്കര ഇഷ്ടം എനിക്ക്. അപ്പൊ ആ ഒരു റിയാക്ഷന്റെ പുറത്താണ് നമ്മൾ സ്കിറ്റ് ചെയ്യാൻ തുടങ്ങിയത്. പക്ഷെ സമയം കിട്ടാത്ത കാരണം സ്റ്റാൻഡപ്പിലേക്ക് പോയി. സ്റ്റാൻഡപ്പിൽ അത്യാവശ്യം ആളുകൾ ശരിക്കും ആ ഒരു കിക്ക് കിട്ടുന്നുണ്ട്. പിന്നെ അപ്പൊ പിന്നെ ഇപ്പൊ കംപ്ലീറ്റ് സ്റ്റാൻഡപ്പ് ആയിക്കൊണ്ടിരിക്കുന്നു. ഈ കൂടുതൽ ഇങ്ങനെ ഇന്ററാക്ട് ചെയ്തിട്ടുള്ള രീതിയിലാണോ ഇഷ്ടം? അതാണ് ഇഷ്ടം, ഇന്ററാക്ട് ചെയ്ത്. പക്ഷെ ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഇപ്പൊ എനിക്ക് അങ്ങനത്തെ ഷോസ് കുറവാണ്. അതൊരു ക്രൗഡ് വർക്ക് ചെയ്യുന്നത്, അത് അങ്ങനത്തെ ഒരു ഷോയിലേക്ക്. പിന്നെ വേറെ കാര്യമാണ്, ഈ സ്റ്റാൻഡപ്പ് എന്ന് പറയുന്നത് നമുക്ക് സ്റ്റാൻഡപ്പ് ഇതുപോലൊരു ഒരു ക്ലോസ്ഡ് സ്റ്റുഡിയോയ്ക്കകത്ത് ഒരു 10, 15, 20 പേരായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന ഒരു ഷോ ആണ് സ്റ്റാൻഡപ്പ്.
നമുക്കൊരു പള്ളി മൈതാനത്ത് പോയി ഒരിക്കലും സ്റ്റാൻഡപ്പ് പറയാൻ ചേട്ടനില്ല. ഞാനൊക്കെ പോയിട്ടുണ്ട്, വെറുത്തുപോയി. അതായത് നമുക്കൊന്നും ചെയ്യാനേ പറ്റില്ല അവിടെ പോയി കാര്യമില്ല. കഴിഞ്ഞാൽ. ഈ ചേട്ടൻ എപ്പോഴെങ്കിലും നമ്മള് കോമഡിയാണ് പറഞ്ഞു ആ. തീരെ ചിരിച്ചില്ല അങ്ങനെ ഒരു അവസ്ഥ വന്നിട്ടുണ്ടോ? ഇഷ്ടം പോലെ അത് കിട്ടും നമുക്ക്. ഇപ്പോൾ പ്രാവശ്യം ഒരു പള്ളിയിൽ പോയിട്ട് ഇങ്ങനെ, അപ്പൊ ഞാൻ അച്ഛനോട് പല പ്രാവശ്യം പറഞ്ഞു അച്ഛൻ ഉദ്ദേശിക്കുന്നില്ല, അച്ഛൻ എന്റെ പരിപാടി കാണും പള്ളിയിൽ അച്ഛൻ. അപ്പൊ അദ്ദേഹം കണ്ടിട്ട് അച്ഛൻ എന്നെ ഭയങ്കര ഇഷ്ടമായിട്ട് അച്ഛനോട് പറഞ്ഞു, നീ അതൊന്ന് പറഞ്ഞാൽ മതി. പറഞ്ഞു നമ്മൾ പറയുന്ന കോമഡികൾ പുള്ളി എന്നോട് ഓർത്തെടുത്ത് പറയും. അപ്പൊ ഞാൻ അച്ഛനോട് പറഞ്ഞു അച്ഛനായിരിക്കും ഒക്കെ ഓർക്കുന്നത്, അവിടെ ഉള്ളവർക്ക് ഇതൊന്നും മനസ്സിലാവില്ലെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെയൊന്നുമില്ല വർക്കൗട്ട് ആണെന്ന് പറഞ്ഞ് അങ്ങനെ എന്നെ വിളിച്ചുകൊണ്ട് പോയി. ഞാൻ ഇപ്പോഴും ഓർക്കണ്ട, സ്റ്റേജിൽ ഇങ്ങനെ ഒരു സ്റ്റേജ്, അപ്പൊ ഒരു വഴിയുടെ സൈഡിലാണ് മൈതാനം. അപ്പം മൈതാനത്ത് ഞാനിങ്ങനെ സ്റ്റേജിൽ നിൽക്കുകയാണ്. അപ്പൊ അച്ഛൻ അതിനു മുമ്പ് എനിക്കൊരു ഇൻട്രോ ഒക്കെ തന്നു, നിങ്ങളെ കുടുകുടെ ചിരിപ്പിക്കാൻ നെൽസൺ വരുന്നുണ്ട്. എനിക്ക് ആ കുടുകുടെ എന്നുള്ള വാക്ക് ഇപ്പൊ കേൾക്കുമ്പോൾ തന്നെ എന്താ പോലെ. പുള്ളി അത് 15 പ്രാവശ്യം യൂസ് ചെയ്തു, കുടുകുടെ ചിരിപ്പിക്കാൻ നെൽസൺ വരുന്നുണ്ട്. നെൽസൺ ടിവിയിൽ എല്ലാവരെയും കുടുകുടെ ചിരിപ്പിക്കുന്നതാണ്, നെൽസൺ ഫോണിലും റീൽസുകളിലൂടെ നിങ്ങളെ കുടുകുടെ ചിരിപ്പിക്കുന്നതാണ്. എനിക്കത് പിന്നെ ഈ കുടുകുടെ എന്ന് കേൾക്കുന്നതിന് എന്താ പോലെ. അത് കഴിഞ്ഞിട്ട് ഈ പരിപാടി തുടങ്ങിയിട്ട് ഞാൻ ഇപ്പോഴും അപ്പം ജനങ്ങളെല്ലാം അങ്ങ് മരവിച്ചിരിക്കുക. അതായത് ഞാൻ അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം പള്ളിയുടെ പെരുന്നാളിനിടയ്ക്ക് അവിടെ കോഴീനെ ലേലം ചെയ്യുന്നുണ്ട്, അവിടെ നേർച്ച വിതരണം ചെയ്യും, ഇതെല്ലാം മൈതാനത്ത് നടക്കും. അതിന്റെ ഇടയ്ക്ക് എന്നെ നോക്കുന്നേ ഇല്ല. ഞാൻ അവിടെ നിന്ന് പറയും. അപ്പൊ എനിക്ക് മനസ്സിലാവുന്നുണ്ട്, അരമണിക്കൂർ അച്ഛൻ ചെയ്യാൻ പറഞ്ഞ 10 മിനിറ്റ് ആയിട്ട് എന്നെ മൈൻഡ് ചെയ്യുന്നേ ഇല്ല. അപ്പൊ മൈൻഡ് ചെയ്യാതെ ആയിട്ട് അതും കുഴപ്പമില്ല. അപ്പൊ ഒരാളിങ്ങനെ താഴെ വന്നു. അപ്പൊ ഇതിന്റെ ആൾക്കൂട്ടത്തിന്റെ ഇടയിൽ നിന്ന് ഒരു മനുഷ്യൻ, ഒരു സാധു മനുഷ്യനെ പോലെ തോന്നിക്കുന്ന ഒരു മനുഷ്യൻ ഇങ്ങനെ ആൾക്കൂട്ടത്തിന്റെ ഇടയിൽ നടന്നു വന്നിട്ട് എന്റെ സ്റ്റേജിന് മുന്നിൽ തന്നെ ഇങ്ങനെ കൈ പുറകെ കെട്ടി ഇങ്ങനെ നോക്കി നിൽക്കുക. ഇങ്ങനെ നീ എന്താടാ പറയുന്നത് ആ ഒരു ഇത് പുള്ളി ഇങ്ങനെ നോക്കി നിൽക്കുക. അപ്പൊ ഞാൻ ഇങ്ങനെ കണ്ടുകൊണ്ട് നിന്നിട്ട് ഇങ്ങനെ പുള്ളി കാണിക്കുക. അപ്പൊ എനിക്കത് കണ്ടിട്ട് എനിക്ക് ചങ്കുവാനൊക്കെ ഇടുക. അതായത് അപമാനത്തിന്റെ ഒരു വല്ലാത്ത അവസ്ഥയായിരുന്നു അത്. അതായത് പുള്ളി എന്റെ മുന്നിൽ വന്നിട്ട് ഇങ്ങനെ പുള്ളി അങ്ങനെ ഓപ്പൺ കൈ കൊണ്ട് കാണിക്കുന്നത്, കൈ വെച്ച് ഇങ്ങനെ കാണിച്ചിട്ട്. അപ്പൊ ഞാൻ പിന്നെയും പറഞ്ഞോണ്ടിരിക്കുക. പുള്ളി പിന്നെ ഇടയ്ക്ക് വന്നിട്ട് പുള്ളിനെ തെറി പറഞ്ഞാൽ പോലും എനിക്ക് അത്രയും സങ്കടമില്ല. അപ്പൊ ഞാൻ എന്നിട്ട് അവിടെ കുറെ നേരം വിഷമിക്കുക. അപ്പൊ ഞാൻ ഇടയ്ക്ക് അച്ഛനെ നോക്കും. അപ്പൊ എന്റെ കൂടെ 2 നമ്പൂരിമാരുണ്ട്, അനൂപ് നമ്പൂരി, യദു നമ്പൂതിരി. അവരിവിടെ ഉള്ള എറണാകുളത്താണ്. അവന്മാരെന്നെ കൂടെ പോകും. ഞാൻ നോക്കുക അവന്മാര് നമ്പൂരിമാരൊക്കെ പൂണൂലൊക്കെ ആയിട്ട് സംസ്ഥാന ഞാൻ രൂപത്തിന്റെ പുറകെ പോയിരിക്കുക അവന്മാര്. കാരണം അവന്മാർക്ക് മനസ്സിലായി സംഗതി കളി മാറിയത്. അപ്പൊ ഇപ്പം ഇയാൾ ഇങ്ങനെ കുറെ പ്രാവശ്യം കാണിച്ചപ്പോ എനിക്കൊരു ദേഷ്യം വന്നു. എനിക്ക് ആ ദേഷ്യം വരാത്തതാണ്, വരാറുമില്ല. പക്ഷെ കുറെ പ്രാവശ്യം കഴിഞ്ഞപ്പോൾ നിനക്ക് അത് എനിക്ക് എന്റെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് ഞാൻ ദേഷ്യപ്പെടാത്ത, ഞാൻ അറിയാതെ എന്റെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് നിനക്ക് എന്താടാ വേണ്ടതെന്ന് വെച്ചാൽ ഞാൻ മൈക്ക് അവിടെ ഇങ്ങനെ വെച്ചിട്ട് അങ്ങനെ പോകേണ്ട ഒരു കാര്യമില്ല. അപ്പൊ ഞാനിങ്ങനെ ഇറങ്ങിച്ചെന്ന് നടയിലോട്ട് സ്റ്റെപ്പ് ഇറങ്ങിച്ചെന്നു. ഞാൻ ഇറങ്ങിച്ചെല്ലുന്നതോറും ഇയാൾ വലുതായി വരുന്ന പോലെ എനിക്ക് തോന്നി. ഞാൻ അടുത്തോട്ട് ഇയാൾ ഭയങ്കര വലിയൊരു മനുഷ്യനായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങോട്ട് ഇറങ്ങിച്ചെന്നപ്പോഴേക്കും പുള്ളി ഇങ്ങനെ വലുതായി ഇരിക്കും. അപ്പൊ ഞാൻ പുള്ളിയുടെ അടുത്ത് നിന്ന് പുള്ളി നല്ല പൊക്കവും വന്നുള്ളൊരു മനുഷ്യൻ. ഞാൻ സ്റ്റേജിൽ നോക്കുമ്പോൾ പുള്ളി കുഞ്ഞിതായിരുന്നു. അത് ഇറങ്ങിച്ചെന്ന് കമ്മിറ്റിക്കാരെല്ലാം കൂടെ വന്ന് എന്നെ ഇങ്ങനെ പൊക്കിയെടുത്ത് തിരിച്ച് സ്റ്റേജിൽ വെച്ച് അങ്ങനെ വെച്ചില്ല, അടി ഉറപ്പായിരുന്നു. ഉറപ്പാണ്. അപ്പൊ തന്നെ അത് കഴിഞ്ഞ് അവരെന്നോട് കുഴപ്പമൊന്നുമില്ല കാരണം അപ്പൊ അച്ഛനൊക്കെ കമ്പനിക്കാരന് വിഷയമൊന്നുമില്ലായിരുന്നു. എന്നിട്ട് അപ്പൊ തന്നെ ഇന്നൊരു വണ്ടി എടുത്തു. വണ്ടിക്ക് സിനിമയ്ക്കകത്ത് കാണുമല്ലോ, ആൾക്കൂട്ടത്തിലേക്ക് വണ്ടി പാഞ്ഞു വന്നിട്ട് ഞാൻ ഇങ്ങനെ ചാടി കയറുമായിരുന്നു. അപ്പോഴേക്കും പോയി പൈസയൊക്കെ തന്നെ വിട്ടോ കേട്ടോ. അതിന് സമയം എന്നെ നോക്കാൻ സമയമില്ലായിരുന്നു. കാരണം അപ്പം ഇയാളുമായിട്ട് ഉടക്കുണ്ടാക്കാൻ ചില രീതിയിലേക്ക് ആ സീൻ മാറിയപ്പോഴേ അപ്പം ഇയാളുടെ കൂടെയും കുറെ പേര് വന്ന്. അപ്പം സത്യം പറഞ്ഞ കമ്മിറ്റിക്കാരാണ് എന്നെ രക്ഷിച്ചത്. ഇന്ന് ഞാൻ അവരെ നന്ദിയോടെ ഓർക്കുന്നു. അല്ലെങ്കിൽ അതാണ് ഭയങ്കര മോശമായ അവസ്ഥകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഈ കഥ ഷാരുട്ടിയോട് പറഞ്ഞായിരുന്നു. അപ്പൊ പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞു, എന്റെ പൊന്നു മോനെ സ്റ്റാൻഡ് അപ്പ് കൊണ്ട് കാണാൻ പള്ളി മൈതാനത്തൊന്നും പോയി പറയരുത്, ഇത് അങ്ങനത്തെ ഒരു പരിപാടിയല്ല. കാരണം അതല്ലെങ്കിൽ നമ്മളൊരു പ്രശസ്തനോ സെലിബ്രിറ്റി, ഇപ്പൊ നമ്മുടെ ഈ ഇന്റർവ്യൂ തന്നെ കണ്ടാൽ തന്നെ 10 പേര് ചോദിക്കും ഇവൻ ആരടാന്ന് ചോദിക്കും. കാരണം നമ്മൾ അറിയില്ല ആർക്കും. ഇതേ സമയം ഒരു സെലിബ്രിറ്റി ആണെങ്കിൽ, ഒരു ഫേമസ് ആയ വ്യക്തിയാണെങ്കിൽ അവർ പറയുന്ന ആളുകൾ കേട്ടിരിക്കും. അത് സ്വാഭാവികമാണ്. ഇപ്പൊ ഞാനാണെങ്കിൽ അങ്ങനെയാ. അപ്പൊ നമ്മളറിയാത്ത ഒരാൾ സ്റ്റേജിൽ നിന്ന് പറയുന്നതും നമ്മളെ നല്ല ലോകം മുഴുവൻ അറിയുന്ന ഒരാൾ പറയുന്ന ഒരേ കാര്യമായിരിക്കും. പക്ഷെ നമ്മളത് കേൾക്കും. അപ്പം ആ ഒരു അറ്റൻഷൻ നമുക്ക് കിട്ടണമെന്നില്ല. അതുകൊണ്ട് എപ്പോഴും സ്റ്റാൻഡപ്പ് കോമഡി ചെയ്യുമ്പോൾ എപ്പോഴും ഒരു ക്ലോസ്ഡ് ആയിട്ടൊരു സ്റ്റുഡിയോയ്ക്കകത്ത് ഒരു 20 പേരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ചെയ്യുന്നുണ്ട്. കാരണം നമ്മൾ ആദ്യം പറഞ്ഞ ഒരു തമാശ കണക്ട് ആവണം, എന്നാലേ അടുത്ത തമാശ ചിലപ്പോൾ മനസ്സിലാവണമെന്നുള്ളൂ. പിന്നെ വേറെ ഡിസ്റ്റർബൻസ് ഒന്നും അവിടെ നടന്ന ഒന്നും വർക്കൗട്ട് ആകത്തില്ല. കാരണം ഞാൻ പറഞ്ഞില്ല, എന്നാൽ പള്ളി മൈതാനത്ത് കോഴീനെ ലേലം ചെയ്യുന്നുണ്ട്, നേർച്ച ഭക്ഷണം വിതരണം ചെയ്യുന്നുണ്ട്, ചിന്തിക്കടയിൽ പിള്ളേർ മറ്റേ ബലൂൺ കെപ്പിച്ച് കളിക്കുന്നുണ്ട്. ഇതിന്റെ ഇടയ്ക്ക് നമ്മളോട് സ്റ്റാൻഡപ്പ് കോമഡി പറയുന്ന ഒരു വിഷയമേ അല്ല. പക്ഷേ ഇപ്പൊ സ്റ്റാൻഡപ്പ് കോമഡി ചെയ്യുന്നവരൊക്കെ അമ്പലങ്ങളിലും ഇങ്ങനെയുള്ള വലിയ വലിയ ഫംഗ്ഷനിൽ പോയി ഗസ്റ്റുകളായിട്ട് ചെയ്യാം. അതാണ് ഇന്ററാക്ട് ചെയ്ത് ചെയ്യണം. അതാണ് ഞാൻ ഒന്ന് പഠിച്ചത്. ഇന്ററാക്ട് ചെയ്യണം. നമ്മൾ അവിടെ പോയി പ്രസംഗം പറഞ്ഞാൽ പറഞ്ഞ കാര്യമില്ല.
അതൊരു രാഷ്ട്രീയ പ്രസംഗമാണ് നമുക്ക് ഇതൊക്കെ വർക്കൗട്ട് ആവും. ഇപ്പൊ ഞാനിപ്പോ ഒരു പാർട്ടിക്ക് വേണ്ടി സംസാരിക്കുക, അപ്പൊ അവിടെ ഇരിക്കുന്ന മുഴുവൻ പാർട്ടിയുടെ അണികളാണ്, ഞാൻ എന്ത് പറഞ്ഞാലും ഒരു കൈ പിടിച്ചോളൂ. കാരണം അത് വിഷയമില്ല, അത് അവരുടെ ആശയവും എന്റെ ആശയവും യോജിച്ചു പോകുന്നതുകൊണ്ടാണ് അവരത് ചെയ്യുന്നത്. അത് നമുക്ക് എളുപ്പമാണ്, അത് വല്ല വിഷയം. പക്ഷെ സ്റ്റാൻഡപ്പ് എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല. അപ്പം രാഷ്ട്രീയ പ്രസംഗങ്ങൾ പോലെയല്ല സ്റ്റാൻഡപ്പ്. പക്ഷെ ഈ ക്രൗഡ് വർക്ക് നമ്മൾ ഇന്ററാക്ട് ചെയ്യത്തില്ലേ, അത് കുറച്ചുകൂടി എളുപ്പം. എന്ന് പറഞ്ഞാൽ അതാണ് വേണ്ടത്. അതാണ് സ്റ്റാൻഡപ്പിൽ ശരിക്കും ചെയ്യേണ്ടത്. അതാണ് നമ്മളിപ്പം ചാനലുകളിൽ നമ്മൾ ചെയ്യുന്നത്. നമ്മളവിടെ നിൽക്കുന്നു, ജഡ്ജസ് അവിടെ ഇരിക്കുന്നു, നമ്മൾ പറയുന്നു. അതിനേക്കാൾ കൂടുതൽ നമ്മൾ ചോദിച്ച് അവരിൽ നിന്നും ഉത്തരങ്ങൾ കണ്ടെത്തി അതിലൊരു ഇന്ററാക്ഷൻ ഉണ്ടാക്കി ചെയ്യുന്നത് ഭയങ്കര ഭംഗിയുള്ള കാര്യമാണ്. പക്ഷെ അതിന് ഒരു ലിമിറ്റ് ഉണ്ട് അപ്പോൾ. കാരണം അത് ഒത്തിരി ക്രൗഡിനെ അത് മാനേജ് ചെയ്യാൻ പറ്റില്ല. അത് ഈ പറഞ്ഞ 20-30 പേര്. ഇപ്പം നമ്മളിപ്പം ബുക്ക് മൈ ഷോയിലൊക്കെ പലരും സ്റ്റാൻഡപ്പ് കോമഡീസ് ഒക്കെ ചെയ്യുന്നുണ്ട്, ഷോസ് ഒക്കെ. എനിക്കൊന്ന് 30-40 പേര് അത് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിപ്പോൾ ഒരു അങ്ങനത്തെ എനിക്കൊന്ന് വിദേശങ്ങളിലൊക്കെ 100 പേരൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു ചില ഷോയിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അതിൽ കൂടുതലൊരു ക്രൗഡ്, ഭയങ്കര ഒരു മാസ് ക്രൗഡിലേക്ക് സ്റ്റാൻഡപ്പ് ആയിട്ട് പോകാൻ പറ്റത്തില്ല. ഇപ്പൊ എത്ര നാളായി ചേട്ടാ സ്റ്റാൻഡപ്പ് കോമഡി ചെയ്യുന്നു? ഞാൻ 4 വർഷം. എങ്ങനെയാണ് 4 വർഷം? ഫൺസ് അപ്പോൺ എ ടൈമിന്റെ ടൈറ്റിൽ വിന്നർ ചേട്ടനായിരുന്നു. ഫൺസ് അപ്പോൺ ടൈമിന്റെ ടൈറ്റിൽ വിന്നറായിരുന്നു. അതൊരു റിയാലിറ്റി ഷോ ആയിരുന്നു, കണ്ടിന്യൂസ് ആയിട്ടൊരു ഷോ ആയിരുന്നു. അത് ഇതുപോലെ തന്നെയായിരുന്നു. നമ്മൾ വരും, ചെന്നൈയിൽ നിന്ന് വരും, ചെയ്യും. അതിപ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരുന്നതാണ്. അന്ന് രാത്രി ഉറക്കം പോലും ഇല്ലായിരുന്നു. നമ്മൾ വന്ന് ചെന്നൈയിൽ നിന്ന് വന്ന് ഒരു സാധനമായിട്ട് വരും, രാത്രി ഇവിടെ വന്ന്. അതൊക്കെ അവർ ഒത്തിരി ഹെൽപ്പ് ചെയ്തു കേട്ടോ. കാരണം നമ്മൾ ഗ്രൂമിങ്ങിനൊന്നും വന്നില്ലെങ്കിലും നമ്മളെ അങ്ങനെ ഒന്നും പറഞ്ഞൊന്നുമില്ല. സാധാരണ ഗ്രൂമിങ്ങിനൊക്കെ നമുക്ക് വരണം. നേരെ ചെന്നൈയിൽ നിന്ന് വന്ന് ഞാൻ നേരെ ഷൂട്ടിന് കയറിയിട്ടുണ്ട്. പലപ്പോഴും ഷൂട്ടിന് കയറിയിട്ടുണ്ട്. ഒരുപാട് പ്രാവശ്യം എലിമിനേഷൻ റൗണ്ടിൽ വന്നിട്ടുണ്ട്. പിന്നെ എഴുതും, രാത്രി ഇരുന്ന് എഴുതും, പിന്നെ വർക്ക് ചെയ്യും. അത് അവരുടെ ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഹരിസാറിന്റെയും രമേഷ് പിഷാറിന്റെ ഒക്കെ ഭയങ്കര അവരുടെ ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നു. നമ്മളെ ജോലി കളയാതെ. അതാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് ഓരോരുത്തർക്കും ഓരോ ജേർണിയാണ്. അപ്പൊ ഞാൻ പറയുന്നത് കംപ്ലീറ്റ് കലയുടെ പുറകെ പോകാം, തെറ്റൊന്നുമില്ല. അത് ചെയ്യുന്നത് നല്ലത് തന്നെ, ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ല, നല്ലത് തന്നെ. പക്ഷെ ഓരോരുത്തർക്കും ഇപ്പൊ എനിക്കൊരു കാര്യം ഇഷ്ടം. ഇപ്പം ഞാൻ ഒരു കാര്യത്തിൽ പാഷനേറ്റ് ആണെങ്കിൽ ഞാൻ അതിന്റെ പുറകെ പോകുമ്പോൾ എൻ്റെ അപ്പനും അമ്മയും സ്ട്രഗിൾ ചെയ്യാൻ എനിക്ക് നിർബന്ധമുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ട സാധനത്തിന്റെ പുറകെ പോകുന്നു. അപ്പം എൻ്റെ അപ്പനും അമ്മയും അല്ല എൻ്റെ പെമ്പറന്നോത്തി എൻ്റെ കുഞ്ഞുങ്ങളോ അതിന്റെ പേര് സ്ട്രഗിൾ ചെയ്യരുത്. ഞാൻ അതിന്റെ പുറകെ പോകുന്നു. അന്ന് വെച്ച് ചെയ്യുന്നൊരു തെറ്റുണ്ടെന്ന് ഞാൻ പറയുന്നില്ല, എനിക്കത് പറ്റത്തില്ലെന്ന് ഞാൻ പറഞ്ഞു. അല്ല, അല്ലെങ്കിൽ നമ്മൾ കുടുംബം നോക്കിയതിന് ശേഷം അല്ലാത്ത കലാകാരന്മാരുണ്ട്. ഇപ്പൊ എന്റെ കൂടെ ചെയ്യുന്ന പലരും ഞാൻ പലപ്പോഴും കംപ്ലീറ്റ് ഒരു കലാകാരനാണോ എന്ന് പറയുമ്പോൾ അവന്മാരുണ്ട് പറയും, എന്റെ പൊന്നട പോവേ നീ അങ്ങനെ ചെയ്യരുതെന്ന് അവന്മാർ പറയും. കാരണം ഒരുപക്ഷെ അവരുടെ എക്സ്പീരിയൻസ് ആയിരിക്കും എന്നോട് പറയുന്നത്. പക്ഷെ ഞാൻ പറയുന്നത് അത് തെറ്റൊന്നുമല്ല, അത് അവരുടെ ലൈഫ് അങ്ങനെ ആയിരിക്കാം. സ്ട്രഗിൾ ചെയ്യുക. പല കലാകാരന്മാരും വർഷങ്ങളായിട്ട് സ്റ്റേജ് ഷോസ് മാത്രമായി നടന്നിട്ട് ഒരു പുരോഗമനവും അവരുടെ ലൈഫിലുള്ളതായിട്ട് നമുക്ക് തോന്നുന്നില്ല. അങ്ങനത്തെ അതാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ അതിന് റേറ്റ് ചെയ്യാൻ പോകുമ്പോഴേ പ്രശ്നം. ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ഈ പുരോഗമനം അല്ലെ സക്സസിനെ ഹൗ വി റേറ്റ് സക്സസ്? ഇപ്പൊ നമ്മൾ പൈസ ഉണ്ടാക്കുന്ന സക്സസ് എന്ന് നമ്മൾ വിചാരിക്കുന്നു. അങ്ങനെയാണ് എത്രമാത്രം പൈസ ഉണ്ടാക്കുന്നത് നമ്മുടെ സക്സസ്? നമ്മൾ ഒരു FD ഒരു 5 ലക്ഷം വരുന്നതാണ് സക്സസ്, അല്ല 10 ലക്ഷം വരുന്നതാണ് സക്സസ്, 20 ലക്ഷം വരുന്നതാണ്. ഇതെന്താ സക്സസ് നമ്മൾ റേറ്റ് ചെയ്ത് നമുക്കത് പറയാം. ഇപ്പൊ ഞാൻ പറയും, ഇപ്പൊ എന്റെ കൂടെ സ്റ്റാൻഡപ്പ് കോമഡി ചെയ്ത ഒരാൾ സക്സസ് ആയി, അപ്പൊ അത് എന്താ സക്സസ്? ഇപ്പൊ പുള്ളിക്ക് ഒരു 5000 ഫോളോവേഴ്സ് വന്നു, അല്ലെ ഒരു 10,000 ഫോളോവേഴ്സ് വന്നു. ഇതിൽ എത്ര വന്നാലാണ് സക്സസ് എന്ന് കാവ്യ ഇപ്പൊ എന്നോട് പറയുവാണെങ്കിൽ എനിക്ക് പറയാൻ പറ്റുമോ? ഓക്കെ, പുള്ളി സക്സസ് ആയെന്ന് എനിക്ക് പറയാൻ പറ്റും. അത് കാവ്യ പറയാത്രത്തോളം കാലം എനിക്ക് പറയാൻ പറ്റത്തില്ല. ഞാൻ സക്സസ് ആയെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല, അവർ സക്സസ് ആയെന്ന്. ഇതൊരു യാത്രയല്ല, ഇതൊരു ജേർണിയാണ്. നമ്മളിത് കംപ്ലീറ്റ് സക്സസ് ആയി എന്ന് പറയാമ്പോൾ അതിനൊരു പാരാമീറ്റർ, അതിനൊരു യാഡ് സ്റ്റിക്ക്, അതിനൊരു അളവ് പോലും നമുക്ക് അറിയത്തില്ല. അത് അറിയുമ്പോൾ നമുക്ക് പറയാൻ പറ്റും, 50,000 ഫോളോവേഴ്സ് ഞാൻ സക്സസ് ആയി. 50,000 ആകുമ്പോഴാണ് അറിയുന്നത് നമ്മളെക്കാട്ടും 10,000 10,000 മടങ്ങ് മുകളിൽ ഒരുപാട് പേര് നമ്മുടെ മുന്നിൽ കിടക്കും. അപ്പൊ നമ്മൾ ഓർക്കും അതായിരിക്കും സക്സസ്. പിന്നെ നമ്മൾ അതിന്റെ പുറകെ പോകാൻ തുടങ്ങും. അത് തന്നെയാണ് പൈസയുടെ കാര്യം. അപ്പൊ ഞാൻ പറയും, ചിലരുടെ സക്സസ് എന്ന് പറയുന്നത് മനസ്സമാധാനമായിട്ട് വൈകിട്ട് കിടന്ന് ഉറങ്ങുന്നതാവാം, ചിലരുടെ സക്സസ് എന്ന് പറയുന്നത് കടങ്ങളെല്ലാം തീർത്ത് റെസ്റ്റ് എടുക്കുന്നതാവാം. അപ്പോൾ ഓരോരുത്തർക്കും ഓരോന്നാണ് സക്സസ് എന്ന് വാക്ക് ഞാൻ പറയാം. അതാണ് നമ്മളിപ്പോൾ അത് കണ്ടിട്ട് അത് അങ്ങോട്ട് എത്തി. ഇതൊരു യാത്രയാണ്. പിന്നെ യാത്ര തരുന്നൊരു സുഖമുണ്ട് നമുക്ക്. ഇപ്പൊ ഒരു സാധനം നമുക്ക് ഇഷ്ടമാണ്, ആ സാധനത്തിന്റെ പുറകെയുള്ള ഒരു യാത്രയുണ്ട്. അപ്പൊ ആ യാത്രയിൽ നമുക്കൊരു ഹാപ്പിനെസ് കിട്ടും. ആ ഹാപ്പിനെസ് മാത്രം എൻജോയ് ചെയ്യുക എന്നാണ് ഞാൻ പറയില്ല. കലയുടെ പുറകെ കംപ്ലീറ്റ് നടക്കുന്ന തെറ്റാണെന്ന് ഞാൻ പറയത്തില്ല. അങ്ങനെ നടക്കുന്നവർക്ക് അങ്ങനെ നടക്കാം, രണ്ടുകൂടെ കൊണ്ടുപോകേണ്ടവർക്ക് ഇങ്ങനെ കൊണ്ടുപോകാം. നിങ്ങൾക്ക് ഏത് കറക്റ്റായിട്ട് തോന്നുന്നു അത് ചെയ്യാം. എൻ്റെ വീട്ടിൽ അങ്ങനെ അവർക്ക് ആർക്കും ഇഷ്ടമൊന്നുമില്ല ഞാൻ കലയുടെ പുറകെ പോകുന്ന, ആർക്കും ഇഷ്ടമല്ല. കാരണം അപ്പന് കൂലിപ്പണി, അപ്പനൊരു പേടിയുണ്ട്. ഇപ്പൊ കൂലിപ്പണിക്ക് പോകുന്നില്ല, അപ്പന് കൂലിപ്പണി ആയിരുന്നു. അപ്പൊ അപ്പനൊരു പേടിയുണ്ട്. അപ്പൊ നമ്മൾ ജോലി കിട്ടിയിട്ടാണ്, നമ്മൾ ജോലി എടുക്കാൻ തുടങ്ങിയപ്പോഴാണ് കുടുംബം സെറ്റ് ആയത്. അപ്പൊ ഇവന് ഈ ജോലിയെല്ലാം ഇട്ടിട്ട് കലയുടെ പുറകെ പോയാലോ, പോയി പിന്നെ ഇതെല്ലാം നശിപ്പിക്കാം. പുതിയ ഓരോ പരിപാടിക്ക് പോകുമ്പോഴും എന്നോട് ഇതിനൊക്കെ പോകണം. എന്നെ വീട്ടിൽ നിന്നും ആരും പ്രോത്സാഹിപ്പിക്കാറില്ല. പ്രോത്സാഹിപ്പിക്കാത്ത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ പേടി ഞാൻ ഇത് കംപ്ലീറ്റിന്റെ പുറകെ പോകുന്നുള്ള പേടി കൊണ്ടാണ്. അല്ലാതെ അവർക്ക് ഞാൻ മകൻ നന്നാകണ്ടെന്ന് ഓർത്തിട്ടല്ല, ആ ഒരു പേടി കൊണ്ടാണ്. അപ്പനും അമ്മയ്ക്ക് സ്വാഭാവികമായിട്ട് പേടിയാണ്. അപ്പൊ
അപ്പൊ അതുകൊണ്ട് അവർ ചെയ്യാതെ അതാണ് നമ്മുടെ ഇപ്പൊ ഞാൻ പറഞ്ഞു, ഞാനിപ്പോഴും പറയുന്നത് കുഞ്ഞുങ്ങൾ അപ്പനും അമ്മയും പറയണമെന്ന് കേൾക്കണമെന്ന് ഞാൻ പറയത്തില്ല. പേരൻസ് പറയുന്നത് കുട്ടികൾ കേട്ട് വളരണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. കാരണം പേരൻസ് കണ്ട ലോകമാണോന്നില്ല നമ്മൾ കണ്ട ലോകം. അപ്പം നമ്മൾ കണ്ട ലോകമല്ല നാളെ നമ്മുടെ മക്കൾ കാണാൻ പോകുന്ന ലോകം. അപ്പം നമ്മൾ അവർ പറയുന്നത് കേട്ടൊന്നും ജീവിക്കണ്ട, പക്ഷെ നമ്മുടെ ശരികൾ നമുക്കറിയാം, അത് ചെയ്തങ്ങ് പോകാന്നേ ഉള്ളൂ. പക്ഷെ ആരും ബുദ്ധിമുട്ടിയാതിരിക്കുക കഴിയുന്നു. എന്റെ നെൽസൺ ചേട്ടാ സ്റ്റാൻഡപ്പ് കോമഡി കാണുമ്പോ ഇങ്ങനെ സംസാരിക്കുന്ന ഒരാളായിട്ട് തോന്നുന്നില്ല. നമ്മളെ ചിരിപ്പിക്കുന്ന, നേരത്തെ പള്ളിയിലച്ഛൻ പറഞ്ഞ കുടുകുടെ ചിരിപ്പിക്കുന്ന നെൽസൺ ചേട്ടനാണ് ഇത്രയും വലിയ കാര്യങ്ങൾ പറഞ്ഞത്. അല്ല പള്ളിയിലച്ഛൻ ഞാൻ ഈ പള്ളിക്കളെ ഒത്തിരി ട്രോളി സ്റ്റാൻഡപ്പ് കോമഡി ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്നോട് എല്ലാവരും ഒത്തിരി കമന്റുകളൊക്കെ ഉണ്ട്, നീ എന്തിനാ ഈ സഭയെ ഇങ്ങനെ കളിയാക്കുന്നതൊക്കെ എല്ലാവരും ചെയ്യും. അപ്പൊ ഞാൻ കളിയാക്കുന്നത് നമുക്ക് ഇപ്പൊ ഒരാളൊരു സാധനം, ഒരു ക്രിയേറ്റർ ഒരു സാധനം ക്രിയേറ്റ് ചെയ്യുന്നത് അവൻ അറിയാവുന്ന ചുറ്റുപാടുകളിൽ നിന്ന്, അവൻ കണ്ട ചുറ്റുപാടുകളിൽ നിന്നായിരിക്കും അല്ലെ, അതായിരിക്കും അവന് സൗകര്യം. അത് കാരണം ഞാൻ അങ്ങനത്തെ സാധനങ്ങൾ എടുക്കുന്ന അച്ഛന്മാരെടുക്കും, പള്ളിയിലച്ഛന്മാരെടുക്കും, പള്ളികളെ എടുക്കും, ഫാമിലി എടുക്കും. വൈഫായിരുന്നു റൂബീനാണ്. അതെ, വൈഫായിരുന്നു ഒരിടക്ക് മെയിൻ എന്താ പറയാ സ്റ്റാൻഡപ്പിന്റെ മെയിൻ ടൂൾസ് എന്ന് പറയുന്ന, ഞാനൊരു സ്റ്റാൻഡപ്പിൽ പറഞ്ഞതായിരുന്നു, സ്റ്റാൻഡപ്പിന്റെ മെയിൻ ടൂൾസ് എന്ന് പറയുന്ന അച്ഛനമ്മ, അച്ഛൻ ഒരു ഗുണമില്ലാത്ത അമ്മാവന്മാർ അല്ലേ സത്യം. പക്ഷെ ഇപ്പൊ അതിന്ന് സ്റ്റാൻഡപ്പ് കോമഡി, മലയാളത്തിന്റെ സ്റ്റാൻഡപ്പ് കോമഡി കുറേ ചേഞ്ച് ആയി, പലരും പല വിഷയങ്ങളാക്കി, പല ഒബ്ജക്ട്, അങ്ങനെ 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 ഭയങ്കര. അതാണ് വേണ്ടത്. നമ്മൾ ഈ സ്റ്റാൻഡപ്പ് കോമഡി നമ്മൾ അച്ഛനും അമ്മേനൊന്നും പറയുന്നില്ല, നമുക്ക് റെഫറൻസുകൾ എടുക്കാം വീട്ടിൽ. പക്ഷെ നമ്മളെപ്പോഴും കുറച്ചുകൂടെ സറ്റയർ ആയിട്ട് തുടങ്ങി സോഷ്യലി ഒരു ഇംപ്ലിക്കേഷൻസ് ഉണ്ടാക്കുന്ന കാര്യങ്ങൾ പറയുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. അത് നമ്മൾ പറയുന്ന സാധനങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടോന്നേ. അപ്പോഴാണ് ഇപ്പൊ ഞാനിപ്പോ ഒരു സാധനം ഒരു സ്റ്റാൻഡപ്പ് കോമഡി പറഞ്ഞു, ഇപ്പൊ ഞാൻ പമ്പർച്ചിരി പോയി അല്ലെ ഫൺസപ്പ് കൊണ്ട് ഒരു സാധനം പറഞ്ഞു, ഒരു സമ്മാനം കിട്ടി, ആ സാധനം 10 പേര് കണ്ടു, അവിടെ സാധനം തീരരുതെന്ന് എൻ്റെ അഭിപ്രായം. എൻ്റെ അഭിപ്രായം സ്റ്റാൻഡപ്പ് കോമഡിയൊക്കെ ചർച്ച ചെയ്യപ്പെടണം, അങ്ങനത്തെ വിഷയങ്ങൾ നമ്മൾ പറഞ്ഞു തുടങ്ങണം. അപ്പം അത് എന്നെ കുഴപ്പമെന്ന് വെച്ചാൽ അങ്ങനത്തെ വിഷയങ്ങൾ പറയുമ്പോൾ ചിലപ്പോൾ എൻ്റെ ഒരു തമാശ വരത്തില്ല, അതൊരു വിഷയമുണ്ട്. പക്ഷെ ഇപ്പൊ നന്നായി വർക്ക്ഔട്ട് ആവുന്നുണ്ട് പല വിഷയങ്ങൾ എടുക്കുമ്പോൾ. ചേട്ടൻ അത്തരത്തിലുള്ള കണ്ടന്റുകൾ എടുത്തിട്ടില്ലേ? ഇപ്പൊ ഈ ഒരു സാധനം ചെയ്തിട്ടുണ്ട്, അവിടുത്തെ ചെയ്തിട്ടുണ്ട്. ഓരോ പ്രാവശ്യം ചെയ്യുമ്പോൾ ഓരോ പ്രതീക്ഷയാണ്. കർത്താവ് ഇതേലും ഉടയമനെ ഇന്ന് എനിക്ക് ഈ സാധനം എനിക്ക് ചെയ്തിട്ട് വരുമ്പോൾ ഭയങ്കര വൈബായിരിക്കും. ശരിക്കും ഞാനിങ്ങനെ തിരിച്ച് വീട്ടിലോട്ട് പോകൊണ്ട് ഞാൻ ആലോചിക്കും ഇതിലൊരു രക്ഷപ്പെടുമായിരിക്കും. ഇത് എല്ലാം നമ്മൾ അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ പ്രതീക്ഷ വെച്ചാണ് എല്ലാ സാധനം ചെയ്യുന്നത്. ഇപ്പൊ ഈ അവസാനം ഞാൻ സാധനം ചെയ്തിട്ട് വന്നിട്ടുണ്ട്, മെൻ ആൻഡ് മണി എന്ന് പറഞ്ഞൊരു സാധനം ചെയ്തിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ അത് ചെയ്തിട്ട് വരുമ്പോഴും എനിക്കൊരു പ്രതീക്ഷയുണ്ട്. കോമഡി മാസ്റ്റേഴ്സിൽ ഇപ്പൊ ചെയ്തിട്ട് വന്നിരിക്കുന്ന അനൂപ് സാർ അതിന്റെ ഡയറക്ടർ. അപ്പൊ ഞാൻ സാധനം പുള്ളിക്ക് ഇഷ്ടപ്പെട്ടു. അത് ചെയ്തിട്ട് വരുമ്പോൾ നമുക്കൊരു പ്രതീക്ഷയുണ്ട്. അപ്പൊ ഞാൻ ഇതിനു മുമ്പ് ചെയ്ത സാധനം എനിക്ക് പ്രതീക്ഷയായിരുന്നു. എല്ലാം നമ്മൾ ഒരു സാധനം ചെയ്തിട്ട് വരുമ്പോ, ഇപ്പൊ ഞാൻ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞൊരു കണ്ടന്റ് ഒരു പ്രാവശ്യം ഫൺസപ്പോണ്ടെന്ന് ചെയ്തത്, മേലെ ഇമാതിരി സാധനമായിട്ട് വരലെന്ന് വിഷയമായിട്ട് എന്നോട് പറയുകയും ചെയ്തത്. അതായത് അത് ഞാൻ പറഞ്ഞത് ചെയ്തത് നമ്മൾ എല്ലാം നമ്മൾ ചെയ്ത് ഇഷ്ടപ്പെട്ട് തന്നെയാണ് ചെയ്യുന്നത്. ചില സാധനം വർക്കൗട്ട് ആകത്തില്ല, പറഞ്ഞിട്ടല്ല. പക്ഷെ അത് എനിക്ക് ഇഷ്ടപ്പെട്ടു ആ സാധനം. ചേട്ടന്റെ സ്റ്റാൻഡപ്പ് കോമഡി ഏതെങ്കിലും ഇപ്പൊ ഭയങ്കര ചർച്ച ചെയ്യപ്പെടുക, അങ്ങനെ ഏതെങ്കിലും സ്റ്റാൻഡപ്പ് കോമഡി ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്? അത് ആ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞ സാധനത്തിൽ ഞാൻ ആ സാധനം ഇങ്ങനെ കട്ട് ചെയ്ത് റീൽസ് ആയിട്ടിട്ടായിരുന്നു. അത് ഭയങ്കരമായിട്ട് ഒത്തിരി ഡയലോഗുകൾ ചെയ്തിരുന്നു. രാഷ്ട്രീയമാണ് കംപ്ലീറ്റ്. കേരളത്തിലെ നിലവിലുള്ള 3 രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ പറ്റിയും അവരുടെ ആശയങ്ങളെ പറ്റിയും സംസാരിച്ചുകൊണ്ടുള്ള ഒരു സാധനമായിരുന്നു. അതെനിക്ക് ബേസിക്കലി രാഷ്ട്രീയം പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ചില വീഡിയോസിൽ രാഷ്ട്രീയം ഉണ്ട്, ഭയങ്കരമായിട്ട് രാഷ്ട്രീയം പറയാറുണ്ട്. അതും ഒരു ഭയങ്കര ആധികാരികമായിട്ട് സംസാരിക്കുന്ന രീതിയിലല്ല, നമുക്കത് കേട്ടിരിക്കാൻ തോന്നും. ആ ഒരു പ്രസന്റേഷൻ ആണ് മെയിൻ എന്ന് പറയുന്നത്. ഇപ്പൊ സ്റ്റാൻഡപ്പ് കോമഡി ആയിക്കോട്ടെ, ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ചേട്ടനിടുന്ന വീഡിയോസ് ആയിക്കോട്ടെ, നമുക്ക് കണ്ടിരുന്ന ബോറടിക്കാത്ത രീതിയിലുള്ളതാണ് ആ ഒരു പ്രസന്റേഷൻ ലെവല്. അതെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്? എപ്പോഴും സംസാരിക്കുന്ന ആ ഒരു രീതിയിൽ തന്നെയാണോ? അല്ലല്ല, വീട്ടിൽ ഇങ്ങനെ സംസാരിക്കുന്നത് എപ്പോഴും സംസാരിക്കുന്നത് ഇങ്ങനെയല്ല. നമ്മൾ സംസാരിച്ചു തുടങ്ങുമ്പോൾ നമുക്കൊരു വൈബ് കിട്ടുമല്ലോ. അപ്പം പിന്നെ നമ്മൾ ചില വിഷയങ്ങളുണ്ട്, ഇപ്പൊ നമ്മൾ ഒരു വീഡിയോ ഇടുന്ന എപ്പോഴാണെന്ന് വെച്ചാൽ നമുക്കിത് പറയണം എന്ന് തോന്നുന്നു ചില കാര്യങ്ങൾ. ഇപ്പൊ ഞാനിപ്പോ കമ്മ്യൂണിസം എന്ന ആശയത്തെ പറ്റി പറയുന്നത്, അതൊക്കെ ഞാൻ ചിലപ്പോൾ പള്ളി ഇരുന്ന് ബൈബിൾ വായിക്കുമ്പോൾ തോന്നുന്നു ഇത് തന്നെയല്ലേ മാത്സ് പറഞ്ഞേക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പം വിശുദ്ധ ലൂക്ക പറഞ്ഞേക്കുന്നത് ഇത് തന്നെയല്ലേ പുള്ളി വേറെ രീതി പറഞ്ഞേക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ ഇത് എല്ലാവർക്കും വർക്കൗട്ട് ആവണമെന്നില്ല. ഞാൻ പറഞ്ഞു ഇത് ഞാൻ ഒരു പ്രാവശ്യം ഒരു സാധനം ഇങ്ങനെ പറഞ്ഞായിരുന്നു. മറ്റേ ഈ കർത്താവിന്റെ അടുത്ത് ധനവാൻ വന്ന് ചോദിക്കുന്നുണ്ട്, സ്വർഗരാജ്യം അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ കർത്താവ് പറയുന്നുണ്ട്, നീ നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കും, അപ്പൊ നീയും അവരെ പോലെ ആകും. അപ്പൊ നീയും അവരെ പോലെ ആകും, അപ്പൊ നിനക്ക് സ്വർഗരാജ്യം കിട്ടുന്നതാണ്. അത് കേട്ട് ധനവാൻ പെട്ടി മുടക്കി തിരിച്ചു പോകുന്നുണ്ട്. ധനവാനെ കുറ്റം പറയാൻ പറ്റുമോ? കുറ്റം പറയാൻ പറ്റത്തില്ല. ആരെങ്കിലും കഷ്ടപ്പെട്ടുണ്ടാക്കി കാശ് ദരിദ്രർക്ക് കൊടുക്കുമോ? അപ്പൊ ഞാൻ ഒരു 100 രൂപ ഉണ്ടാക്കിയെങ്കിൽ ഒരു 10 രൂപ ദരിദ്രർക്ക് കൊടുക്കാൻ പറഞ്ഞാൽ ഞാൻ ചിലപ്പോൾ കൊടുക്കും. 90 രൂപ എൻ്റെ കയ്യിലുണ്ട്.
അതിൻ്റെ അകത്ത് വേറെ പോയിന്റ് ഉണ്ട്. നമ്മൾ ഒരാളെ സഹായിക്കും, അല്ലെങ്കിൽ നമ്മൾ വളർന്നു വരുന്നൊരു സഹായിക്കും. ഞാൻ ഇപ്പോൾ ഒരു മനുഷ്യനെ സഹായിക്കുന്നത് അവൻ എൻ്റെ താഴെയാണ്, ഞാൻ അവനെ സഹായിക്കും. ഇപ്പൊ പൈസ ഉള്ളവര് വീഡിയോ എടുത്ത് അല്ലെങ്കിൽ പാവപ്പെട്ടവർക്ക് കൊടുക്കും, അല്ലെങ്കിൽ അവരെ സഹായിക്കും, കൊടുക്കും. അവൻ എൻ്റെ താഴെയാണെങ്കിൽ സഹായിക്കും. മാക്സിമം അവൻ എൻ്റെ ഒപ്പമാണെങ്കിൽ സഹായിക്കും. അവൻ്റെ മുകളിലോട്ട് പോയി ഇനി അങ്ങനെ സഹായിക്കാൻ നമുക്ക് പേടിയാണ്. കാരണം ഇനി സഹായിച്ചാൽ ചിലപ്പോൾ എൻ്റെ മുകളിൽ പോകുന്ന ഒരു പേടി വരും. അപ്പോൾ സ്വാഭാവികമായിട്ടും കർത്താവ് പറഞ്ഞിരിക്കുന്നത് എന്താണ്? നീ നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കും, എല്ലാം വിറ്റ് കൊടുക്കാനാണ് പറയുന്നത്. അപ്പൊ നീയും അവരെ പോലെ ആകും എന്നാ പറയുന്നത്. അപ്പൊ അവരെ പോലെ ആകും എന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ അതിനാണ് ഇത്രയും കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കി നല്ല ധനവാൻ ആലോചിക്കുന്നത്. അപ്പം ധനവാൻ സ്വാഭാവികമായിട്ടും തിരിച്ചുപോയി. അതൊരു സ്റ്റോറിയാണ്. അപ്പൊ ഞാൻ പറയുന്നത് അത് ബൈബിളിലൊരു കഥയാണ്, ധനവാനും. അപ്പം ഇപ്പം കമ്മ്യൂണിസത്തിൽ പോലുള്ള ആശയങ്ങളിലൊക്കെ പറയുന്നത്, ഇപ്പൊ സോഷ്യലിസത്തിൽ പറയുന്ന ആളും, സോഷ്യലിസം ഒരു സിസ്റ്റമാണ്. അപ്പൊ ആ സിസ്റ്റത്തിൽ പറയുന്ന കാര്യങ്ങളും ഇതൊക്കെ തന്നെയാണ്. ഇതൊന്നും പ്രാവർത്തികമല്ലെന്നേ, ഇത് നടക്കാൻ പറ്റത്തില്ല. ഇതൊന്നും നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ ഇത് പറയാനേ പറ്റൂ. പക്ഷെ ഞാൻ പറയുന്നത് പറയാൻ പറ്റുമെങ്കിൽ ഇതിലേക്കൊരു യാത്രയുണ്ട്. ഈ ഒരു ജേർണിക്ക് ഒരുപാട് കാര്യങ്ങൾ സൊസൈറ്റിയുടെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഡിഫെൻഡ് ചെയ്യാൻ പറ്റും ഈ ആശയങ്ങൾക്ക്. അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഇപ്പോഴും പറയും, ഇപ്പൊ ഇന്ത്യയിൽ എനിക്കറിയില്ല രജിസ്റ്റർ ചെയ്യപ്പെട്ടതും അല്ലാതെയായിട്ട് 124 200 എനിക്കറിയില്ല, കറക്റ്റ് നമ്പർ അറിയില്ല. എനിക്ക് ഈ നമ്പർ ഒന്ന് മനസ്സിലാക്കണം, നമ്പർ പറയുമ്പോൾ എന്നോട് നിങ്ങൾ പെട്ടെന്ന് എൻ്റെ ഒരു നമ്പർ വെച്ചത് എനിക്കറിയത്തില്ല. എനിക്ക് നമ്പർ, മൊബൈൽ നമ്പർ അതേ ഡേറ്റുകളൊന്നും പറയാത്തതാണ്. അപ്പം ഇപ്പൊ ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട ഒരു 10-200 പാർട്ടികൾ ഉണ്ടെങ്കിൽ തന്നെ ഉണ്ടാവാം. ഈ എല്ലാം ഇന്ത്യക്ക് ആവശ്യമുള്ള, ഈ രാജ്യത്തിന് ആവശ്യമുള്ള പാർട്ടികളാണ്. അപ്പൊ നമ്മളിപ്പോ BJP പറയുന്നു കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് ഞാൻ പറയും. അതൊന്നും നടക്കേണ്ട കാര്യമല്ല. ഇവിടുന്ന് ഒന്നും പോകരുത്. ഞാൻ പറയുന്നു കോൺഗ്രസ് മുക്ത ഭാരതം അല്ലെ കമ്മ്യൂണിസ്റ്റുകാരെ നമ്മൾ കളിയാക്കാറുണ്ട്. അവസാന ഒരു തരി കനൽ മതി, ആ കനലും അടഞ്ഞു എന്ന് പറയുന്നു. ഇപ്പൊ ഇവിടെ ഞാൻ പറഞ്ഞു, ഇപ്പൊ കേരളത്തിൽ അതുപോലെ ഇന്ത്യയിൽ നിന്ന് എവിടെയും ഒരു സംസ്ഥാനത്തും കമ്മ്യൂണിസ്റ്റ് ഇല്ലെന്ന് പറഞ്ഞു. നമ്മൾ പരിഹസിക്കാൻ പറയുന്നത് ശരിയാണ്, ഇല്ല. പക്ഷെ ഞാൻ ഈ ആശയങ്ങൾ മരിക്കരുത് എന്നാ പറഞ്ഞത്. ഇത് ഇന്നല്ലെങ്കിൽ നാളെ ഇതെല്ലാം വന്നുകൊണ്ടിരിക്കും. അതിപ്പോ കോൺഗ്രസ് ആണെന്ന് ശരി, കമ്മ്യൂണിസ്റ്റ് ആണെന്ന് ശരി, BJP ആണ് ശരി. ഞാൻ പറഞ്ഞത് BJP ഇന്ത്യക്ക് വേണമെന്ന് പറഞ്ഞ ആളാ ഞാൻ. അപ്പൊ അതാണ് പറഞ്ഞത്, ഇതെല്ലാം വേണം നമുക്ക്. കാരണം ഇതിലെല്ലാത്തിനും അതിൻ്റെതായ ഒരു ഭാഗങ്ങളുണ്ട്. മതസംഘടനകളും വേണം, എല്ലാം വേണം. കാരണം ഈ ഇപ്പൊ ഞാൻ ഒരു പൊളിറ്റിക്കൽ പാർട്ടിക്ക് കൊടുക്കാൻ പറ്റാത്ത പലതും സൊസൈറ്റിക്ക് മതസംഘടനകളും കൊടുക്കാൻ പറ്റും. ഇപ്പൊ എല്ലായിടത്തും പൊളിറ്റിക്കൽ പാർട്ടിക്ക് ഇൻവോൾവ് ആയിട്ട് അവിടുത്തെ പ്രശ്നങ്ങൾ തീർക്കാൻ പറ്റത്തില്ല. അപ്പൊ അവിടുത്തെ ഒരു 100 പേർക്ക് ഒരു ലീഗ് വീട് പണിത് കൊടുത്തില്ലേ അപ്പൊ വയനാട്. അപ്പൊ ഞാൻ പറഞ്ഞത് എല്ലാവർക്കും ചെയ്യാൻ പറ്റില്ല. എന്നാൽ ഇവർക്ക് എല്ലാവർക്കും പലതും ചെയ്യാൻ പറ്റും. മതസംഘടനകളും വേണം, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊക്കെ കൂടെ എന്നാണ്. പൊളിറ്റിക്സിൽ എല്ലാവരും ഇൻവോൾവ് ആണ്. നമ്മളെന്താ ചോദിക്കാൻ മറന്നു? നമ്മൾ സ്റ്റാൻഡപ്പ് കോമഡിയാണ് സംസാരിക്കേണ്ടത്. വിഷയം തെന്നിമാറിപ്പോയി, പൊളിറ്റിക്സിലേക്ക് പോയി. സ്റ്റാൻഡപ്പ് കോമഡി ചേട്ടൻ ചെയ്തതിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് ചേട്ടന് തോന്നിയിട്ടുള്ള സ്റ്റാൻഡപ്പ് കോമഡി ഏതാ? ഞാൻ ഫൺസമോൺ ടൈമിൽ എലിമിനേഷൻ വന്നൊരു സ്റ്റാൻഡപ്പ് കോമഡി ആയിരുന്നു പൊളിറ്റിക്സ്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അത് പക്ഷെ അത് ചെയ്തിട്ട് ഞാൻ എലിമിനേറ്റ് ആയി പോയി. പക്ഷെ അതിന് വീണ്ടും കയറി വരുമായിരുന്നു, അടുത്ത സാധനം ചെയ്ത് മാർക്ക് വാങ്ങിച്ച് കയറുക. എനിക്ക് റിലേഷൻഷിപ്പുകളെ പറ്റി അമൃത TV ഒരു സാധനം ചെയ്തായിരുന്നു, അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ അതൊന്നും ആരും അങ്ങനെ റീച്ച് ആയില്ല. പിന്നെ ചേട്ടന് പണ്ട് ഞാൻ കണ്ടൊരു സ്റ്റാൻഡപ്പ് കോമഡി, മറ്റേ ഓഫീസിലൊരു ലേഡി വന്നു, എന്തോ വാട്സപ്പ് ഗ്രൂപ്പ് എന്തോ നമ്പറിന്റെ ഒരു സാധനം, അത് മറ്റേ വൺ സൈഡ് ലവ് വൺ സൈഡ് ലവ് അത് തന്നെ. അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ആ ഒരു സാധനം എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഇപ്പോ ഈ ഒരു കലാരംഗത്തേക്ക് വരുമ്പോ ഇപ്പം ഞാനും അത്യാവശ്യം കുറച്ചൊക്കെ, നിങ്ങളുടെ അത്ര അല്ലെങ്കിലും സ്റ്റാൻഡപ്പ് കോമഡി. അപ്പോ റിജക്ഷൻ നേരിടേണ്ടി വന്നിട്ടുണ്ട് എപ്പോഴെങ്കിലും? ഞാൻ ഈ പരിപാടി തുടങ്ങുന്നതിന് മുമ്പ് 1 പ്രാവശ്യം വീഡിയോ അയച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ കംപ്ലീറ്റ് റിജക്ഷൻ ആയിരുന്നു. നമ്മൾ ഈ റിജക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെ അങ്ങനെയൊക്കെ അതങ്ങനെ റിജക്ഷൻ ആയിട്ടൊന്നും എടുക്കേണ്ട കാര്യമില്ല. അത് നമുക്ക് റീവർക്ക് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഈ റിജക്ഷൻ എന്ന് പറയുന്നത്. അത് നമ്മൾ എന്തെങ്കിലും അവസാനത്തെ ഒരു കുറവ് കാണും, അപ്പൊ നമ്മൾ എന്ത് ചെയ്ത് വീണ്ടും റീവർക്ക് ചെയ്യും. ഇനി അത് അവിടെ നമ്മൾ കൊണ്ടുപോകുന്ന ഒരു സാധനം, അത് നമ്മൾ ഒരു സാധനത്തിൽ കൊണ്ടുപോയി കൊടുക്കുക, അത് അവിടെ പ്ലേസ് ചെയ്യാൻ പറ്റുന്നില്ല, വേറെ സ്ഥലം തപ്പിപ്പോവുക, അത്രേ ഉള്ളൂ. അത് നമ്മൾ റിജക്ഷൻ എന്നൊരു വാക്കില്ലെന്നാ, അത് നമ്മൾ റീവർക്ക് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് എല്ലാ റിജക്ഷൻസും. അപ്പൊ അത് വെച്ച് നമ്മൾ റീവർക്ക് ചെയ്യുക. റിജക്ഷൻ ഒക്കെ കിട്ടുന്നത് ഇപ്പൊ നമ്മൾ എവിടെ ചെന്നാലും നമ്മൾ ഈ കൊണ്ടുപോകുന്ന സാധനമൊന്നും അത്രയ്ക്ക് 100% തരുന്ന സാധനമൊന്നും ആണോന്നില്ല. ചിലപ്പോൾ നല്ലത്, ഇപ്പൊ നമുക്ക് ഈ സാധനം ഇഷ്ടപ്പെടും, നമ്മൾ രാത്രി ഉളച്ചിരുന്ന് എഴുതിയ സാധനമായിരിക്കും, നമുക്ക് ഇഷ്ടപ്പെടും. പക്ഷെ അത് അവിടെ വർക്കൗട്ട് ആകാത്തതായിരിക്കും, അവരുടെ ഓഡിയൻസിന് വർക്കൗട്ട് ആകാത്തതായിരിക്കും, അവർ റിജക്ട് ചെയ്യുന്നു. അപ്പൊ നമ്മളിത് റീവർക്ക് ചെയ്യുക, അവരെ കൺവിൻസ് ചെയ്യുക, അതാണ് നമ്മുടെ ഉത്തരവാദിത്തം. അല്ല റിജക്ഷൻ ഉണ്ട്, അത് ഉണ്ടാവേണ്ടതാണ്. സ്വന്തമായിട്ടൊരു സ്റ്റാൻഡപ്പ് കോമഡിയുടെ ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തായിരുന്നു. എന്താണ് ഇപ്പൊ അതിന്റെ കറന്റ് സിറ്റുവേഷൻ? അത് പിന്നെ ഞാൻ ചെയ്തില്ല. അതെന്നോട് ഇങ്ങനെ അതെന്നു വെച്ചാൽ ആദ്യം എന്നോട് എല്ലാവരും പറഞ്ഞത് അത് ഞാൻ ഒറ്റയ്ക്ക് ചെയ്യാനാണ് പറഞ്ഞിരുന്നത് സ്റ്റാൻഡപ്പ്. അപ്പൊ ഞാൻ ചെയ്ത് ഒറ്റയ്ക്ക് ചെയ്തില്ല, ഞാനൊരു 10-15 പേരെ വിളിച്ച് എല്ലാവരെയും കൂടെ ചെയ്തത്. അത് കയ്യിൽ നിന്ന് കുറെ പൈസ പോയ അവസ്ഥയാണ്.
അപ്പൊ ഞാൻ അതൊന്നും എനിക്കൊരു വിഷയമായിട്ടില്ല. അത് എന്നോടൊപ്പം എന്റെ ഫ്രണ്ട് ഉണ്ട് ഞാൻ നേരത്തെ അനൂപ് നമ്പൂരിയൊക്കെ അനൂപ് നമ്പൂരി എന്നെ ഉപദേശിക്കുക. അതൊന്നും ഒരു നഷ്ടങ്ങളല്ല. ഇപ്പൊ നമ്മള് അതാ ഞാൻ പറഞ്ഞു, നമ്മളിപ്പോ ചിലത് സിനിമ എടുക്കും, ചിലത് എന്തെങ്കിലും പ്രൊഡ്യൂസ് ചെയ്യും, അപ്പൊ നമുക്ക് നഷ്ടമായി കഴിഞ്ഞാൽ നമ്മൾ തകർന്ന് തരിപ്പടായി എന്ന് പറയും. മനസ്സിലായില്ല? അപ്പൊ ഞാൻ പറഞ്ഞു, നമ്മൾ അങ്ങനെ നമ്മുടെ ജീവിത മാർഗത്തിനുള്ള പൈസ എടുത്തല്ലല്ലോ ഈ കളിക്കുന്നത്. പക്ഷെ നമ്മൾ ഒരു സാധനം ചെയ്ത് പോയാലും നമുക്ക് കുഴപ്പമില്ലെന്ന് നമുക്കറിയാം. അത് വെച്ചാൽ നമ്മൾ റിസ്ക് എടുക്കുന്നത്. അല്ല നമുക്ക് അതിൽ നിന്ന് അങ്ങനെ ഒരു സാധനം നമ്മൾ അങ്ങനെ അത് പോയി നമ്മൾ തകർന്നു പോകുന്നു അങ്ങനത്തെ വിഷയത്തിലല്ല. അങ്ങനെ ഒരിക്കലും ചെയ്യാതിരിക്കുക. നമ്മൾ അങ്ങനെ ചെയ്തും തെറ്റല്ല. നമ്മൾ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ചിലര് കുടുംബം വിറ്റിട്ട് വരെ സിനിമ എടുക്കുന്നവരുണ്ട്. ഞാൻ അവിടെ ഒരിക്കലും കുറ്റം പറയത്തില്ല. സോ നീ കുടുംബം വിറ്റിട്ട് സിനിമ എടുക്കുവാണെങ്കിൽ നിന്നെ ആളെ വഴി കിടക്കാനുള്ള ധൈര്യം നിനക്ക് വേണം. ഞാൻ പറഞ്ഞില്ല, അങ്ങനെ നിനക്ക് എടുക്കാം. ഞാൻ ഇതൊന്നും തെറ്റല്ല, നിനക്ക് ആ ധൈര്യം ഉണ്ട്, നിനക്ക് എടുക്കാം. കാരണം നമ്മളത് അനുഭവിക്കാൻ പോകുന്നു. നമ്മൾ നാളെ അയ്യടാ ഞാൻ കുടുംബം വിറ്റൊരു പടം എടുക്കേണ്ട കാര്യമില്ലായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാനും പ്രൊഡ്യൂസ് ചെയ്യാം, എനിക്ക് എന്റെ പൈസ ഉണ്ടായിട്ട് അങ്ങനെ കൂട്ടി വെച്ച് അങ്ങനെ ചെയ്തു. അല്ല പടമല്ല, ഇങ്ങനെ ഷോർട്ട് ഫിലിമുകൾ ഞാൻ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ സ്റ്റാൻഡപ്പ് കോമഡി ചെയ്തിട്ടുണ്ട്, ലക്ഷങ്ങൾ പോയിട്ടുണ്ട് കയ്യിൽ നിന്ന്. അപ്പൊ ഞാൻ ഈ പോകുമ്പം ഇതൊന്നും ഞാൻ എന്റെ ജോലി ചെയ്ത കാശല്ല. എനിക്ക് കലയിൽ നിന്ന് തന്നെ കിട്ടിയ പൈസ ഇതിനു വേണ്ടി തന്നെ മാറ്റി വെക്കും. അപ്പൊ മാറ്റി വെച്ചിട്ട് അങ്ങനെയാണ് ഈ പൈസ കൊടുക്കുക. അല്ല ഞാൻ പണിയെടുത്തുണ്ടാക്കിയ പൈസ 10 പൈസ ഞാൻ ഇതിനൊന്നും കൊണ്ടേ കളഞ്ഞിട്ടില്ല. അത് ഇത് വെക്കേണ്ടടുത്ത് വെക്കും, ഇത് കളയേണ്ടടുത്ത് കളയും. അതാണ് ഞാൻ ചെയ്യുന്നത്. അപ്പൊ എന്നോട് അമ്മയൊക്കെ ഭയങ്കര വഴക്ക് പറയും, എന്തിനാ ഇങ്ങനെ നീ ചെയ്യുന്ന. അമ്മ ഒരു പ്രാവശ്യം ചോദിക്കത്തുള്ളൂ. അപ്പൊ അവസാനം അമ്മ പറയും, നീ ഉണ്ടാക്കുന്ന പൈസ നീ ഇഷ്ടമുള്ള പോലെ കാണിക്കും. അപ്പൊ അവരിപ്പം അത് ഞാൻ കുടുംബത്ത് അങ്ങനെ അല്ല, കുടുംബത്തൊന്നും എടുത്തുകൊണ്ടേ കളയാൻ കുടുംബത്ത് അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. കാരണം അങ്ങനെ കളയാൻ പറ്റത്തില്ല. അപ്പൊ നമ്മൾ അങ്ങനെയൊന്നും ആരും ഉണ്ടാക്കിയ പൈസ അച്ഛൻ ഉണ്ടാക്കുന്നു അങ്ങനെയൊന്നും അല്ലല്ലോ നമ്മൾ കളയുന്നു. നമ്മൾ കലയിൽ നിന്ന് ഉണ്ടാക്കുന്ന പൈസ കലയെ തന്നെ ഇൻവെസ്റ്റ് ചെയ്യുന്നു. അപ്പൊ പിന്നെ വേറൊരു കാര്യമുണ്ട്, അത് നമ്മൾ ഈ ഒന്നും നഷ്ടങ്ങളല്ല. അതാ ഞാൻ പറഞ്ഞത്. നേരത്തെ അനൂപ് നമ്പൂരി പറഞ്ഞ ഉദ്ദേശം വെച്ചാൽ ഇതെന്ന് വെച്ചാൽ ഇപ്പൊ നമ്മളൊരു 5 പേരെ വെച്ചൊരു സാധനം ചെയ്യുന്നു. 5 പേരെ വെച്ചൊരു സാധനം ചെയ്യുമ്പം ഇതിനൊരു 5 ലക്ഷം രൂപ മുടക്കി നോക്കുക. നമ്മൾ ഈ പൈസ കൊടുക്കുന്ന ആർക്കാ? ഇതുപോലെ ഓരോ വ്യക്തികൾക്കും കൊടുക്കുക. ഇപ്പൊ ഒരു സിനിമ ഒരു മനുഷ്യൻ പ്രൊഡ്യൂസ് ചെയ്യുന്നു, ആ സിനിമ പൊട്ടിപ്പോയി, അയാളുടെ പൈസ മുഴുവൻ പോയി. ഞാൻ ഈ പൈസ ഒന്നും പോയിട്ടൊന്നുമില്ല. ഒരാളെ പറ്റിച്ച് അടിച്ചു മാറ്റുന്ന വേറെ, അതൊരു ക്രൈമാണ്. ഞാൻ അങ്ങോട്ട് കടക്കുന്നില്ല. അതൊരു ഫിനാൻഷ്യൽ ക്രൈമാണ്. അതല്ലാതെ നമ്മളിപ്പോൾ നമ്മൾ ഈ പൈസ ഇൻവെസ്റ്റ് ചെയ്ത് ആ പൈസ ഒരു ക്യാമറമാൻ ആ പൈസ കിട്ടുന്നുണ്ട്, ഒരു ലൈറ്റ് വർക്ക് ചെയ്യുന്ന മനുഷ്യന് ആ പൈസ കിട്ടുന്നുണ്ട്, ഒരു ഫുഡ് ഡെലിവറി ചെയ്യുന്ന ആ മനുഷ്യന് ആ പൈസ കിട്ടുന്നുണ്ട്. ഇതെല്ലാം അവരുടെ കുടുംബത്തിലേക്ക് പോകുന്നുണ്ട്. ഇപ്പൊ 5 പേർക്ക് ഈ പൈസ കിട്ടുന്നുണ്ടെങ്കിൽ 5 കുടുംബത്തിലേക്ക് പോകുന്ന 5 സ്ഥലത്ത് ഈ പൈസ യൂസ് ആവുന്നുണ്ട്. അപ്പൊ അതിങ്ങനെ വേസ്റ്റ് ആവുന്നു. അപ്പൊ അത് വേസ്റ്റ് ആകുന്നില്ല, അത് അവിടെ കിട്ടുന്നുണ്ട് ഈ പൈസ. അപ്പൊ ഞാൻ ഉണ്ടാക്കി വെച്ച പൈസ ഇൻഡയറക്റ്റ് ആയിട്ട് ആർക്കൊക്കെ കിട്ടുന്നുണ്ട് ഈ പൈസ. അപ്പൊ അത് വേസ്റ്റ് ഒന്നുമല്ല, അത് വേസ്റ്റ് ഓഫ് മണി അല്ല. അത് നഷ്ടം എന്ന് പറയുന്നത് ഒരു ബിസിനസ് പോയിന്റ് ഓഫ് വ്യൂ ചിന്തിക്കുമ്പോഴാണ് നഷ്ടം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമ്മൾ ഒരിക്കലും എന്ത് സാധനം നിർമ്മിക്കാൻ ഇറങ്ങിയാലും നമ്മുടെ നിലനിൽപ്പിനെ ബാധിക്കുന്ന രീതിയിലുള്ള ആ പൈസ എടുത്തിട്ട് ഇതിങ്ങോട്ട് ഇടല്. നമുക്ക് കളയാൻ റെഡി ആയിട്ടുള്ള പൈസ എടുത്തിട്ട്, അതല്ലെങ്കിൽ ധൈര്യം മറ്റേ അതല്ല അതാണ് നമ്മൾ കുടുംബം വിറ്റോ സ്ഥലം വിറ്റോ കിടപ്പാടം വിറ്റോ സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരിക്കലും തെറ്റല്ല. പക്ഷെ വഴി കിടക്കാനുള്ള ധൈര്യം നമുക്ക് ഉണ്ടാക്കണം.